പേരിനൊരു സർട്ടിഫിക്കറ്റ് നമുക്ക് കിട്ടിയിട്ട് അത് യൂസ്ഫുൾ ആവണമെന്നില്ലല്ലോ. എവിടെ പഠിക്കണം, പഠിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ജോലി കിട്ടുമോ എന്നുള്ളത് എന്തുകൊണ്ടും എനിക്ക് ഇവിടെ ഈ കോഴ്സ് ബെസ്റ്റ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. ഹായ്, എൻ്റെ പേര് ആരതി. ഞാൻ YP എന്നാണ് വരുന്നത്. ഞാനിപ്പോൾ ക്രിസന്റ് എഡ്യൂടെക്കിൽ ഇന്റർനാഷണൽ ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന കോഴ്സാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഈ ഇൻഡസ്ട്രിയിൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞൊരു കോഴ്സ് ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ ഒത്തിരി ഇൻസ്റ്റിറ്റ്യൂട്ട് ഇപ്പോൾ ഈ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ബട്ട് കമ്പാരിറ്റീവ്ലി എനിക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് തോന്നിയത് ക്രിസന്റ് എഡ്യൂടെക് ആണ്. അതുകൊണ്ട് തന്നെയാണ് 6 month ഈ കോഴ്സ് ഞാൻ ചൂസ് ചെയ്തത്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. പേരിനൊരു സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ട് നമുക്കത് യൂസ്ഫുൾ ആയിരിക്കണം എന്നില്ലല്ലോ. നമുക്കിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് FICCൻ്റെ ഇൻ്റർനാഷണൽ സർട്ടിഫിക്കറ്റ് ആണ്. ഇപ്പോൾ നമുക്ക് എബ്രോഡ് പോയിട്ട് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കിത് യൂസ്ഫുൾ ആയിരിക്കും. ഇപ്പോൾ ഈ കോഴ്സിൻ്റെ ഒപ്പം തന്നെ എനിക്കിപ്പോൾ ടാലി, GST, അക്കൗണ്ടിങ് എന്ന ആഡ് ഓൺ കോഴ്സസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇവിടെ. അപ്പോൾ എന്തുകൊണ്ടും എനിക്കിവിടെ ബെസ്റ്റായിട്ട് തോന്നിയിട്ടുണ്ട്. നമുക്കിവിടുന്ന് മോക്ക് ഇൻ്റർവ്യൂ സെഷൻസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇത് മെയിൻ ഇൻ്റർവ്യൂ എങ്ങനെ ക്രാക്ക് ചെയ്യാം എന്നുള്ള രീതിയിലാണ് നമുക്കിവിടെ മോക്ക് ഇൻ്റർവ്യൂ സെക്ഷൻസ് തന്നിട്ടുണ്ടായിരുന്നത്. അതിപ്പോൾ CV പ്രിപ്പറേഷൻ ആണെങ്കിലും ഇൻ്റർവ്യൂ ഗ്രൂമിങ്ങിനാണെങ്കിലും എനിക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആയിരുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ ഫസ്റ്റ് ഇൻ്റർവ്യൂ ഞാൻ പ്ലേസ്ഡ് ആയിട്ടുണ്ട്. ഇപ്പോൾ ചെന്നൈയിൽ പേഷ്യൻ്റ് കെയർ കോർഡിനേറ്ററായിട്ടാണ് ഞാൻ പ്ലേസ്ഡ് ആയിരിക്കുന്നത്. ഒത്തിരി പേർക്കുള്ള കൺഫ്യൂഷനാണ് ഇപ്പോൾ കരിയർ എങ്ങനെ ബിൽഡ് ചെയ്യാം, അല്ലെങ്കിൽ എവിടെ പഠിക്കണം, പഠിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ജോലി കിട്ടുമോ എന്നുള്ളതൊക്കെ. അപ്പോൾ കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്നവർക്ക് എല്ലാവർക്കും എൻ്റെ ഒരു അഭിപ്രായം പറയുവാണെങ്കിൽ ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞൊരു കോഴ്സ് ബെസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും. 6 മാസം കൊണ്ട് തന്നെ നമ്മുടെ കരിയർ നമുക്ക് എത്രയും പെട്ടെന്ന് ബിൽഡ് ചെയ്യാൻ കഴിയും. 100% എന്തായാലും ജോലി ഉറപ്പാണ് നമുക്ക്. താങ്ക് യു ക്രിസാൻഡ് എൻ്റെ ലൈഫ് സെറ്റ് ആക്കിയതിന്.